determinants of price elasticity of demand. Price elasticity determine ചെയ്യുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. Elasticity of demand for any goods is determined or influenced by a number of factors. First one, nature of the goods. The elasticity of demand for any goods depends upon the category to which it belongs. That is, whether it is a necessity, comfort, or luxury. The demand for necessities of life is generally less elastic. For example, the demand for necessities like food, salt, matches, etc. does not change much with rise or fall in their prices. The demand for comforts is moderately elastic. The demand for luxuries is more elastic. കമ്മോഡിറ്റിയുടെ സ്വഭാവം എന്താണ്? 3 കാറ്റഗറി പെടുത്താം. അത്യാവശ്യ വസ്തു, കംഫർട്ട് വസ്തു, ലക്ഷറി. ഇപ്പോൾ നെസറി ഗുഡ്സിനെ സംബന്ധിച്ച് അതിന്റെ ഡിമാൻഡ് ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. കാരണം കാര്യമായ മാറ്റം ഉണ്ടാകില്ല. ഇപ്പം ഉപ്പ്, തീപ്പെട്ടി, റൈസ് ഇങ്ങനെയുള്ളതിനൊക്കെ കാര്യമായി ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് കംഫർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഇലാസ്റ്റിക് ആയിരിക്കും. എന്നാൽ ലക്ഷറീസിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ വലിയ ഇലാസ്റ്റിക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിലയിലുണ്ടെന്ന മാറ്റം അതിന്റെ ഡിമാൻഡിൽ വലിയ മാറ്റം ഉണ്ടാകും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണ്. ലഭ്യമായ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ലഭ്യത, എണ്ണം. ലാർജ് ദ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ഫോർ എ ഗിവൺ കമ്മോഡിറ്റി, the higher is the price elasticity of demand for it. ഒരു ഉൽപ്പന്നത്തിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ, എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. The substitution effect is felt very strongly in such cases. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഡിമാൻഡ് ഫോർ ഇലക്ട്രോണിക് ഗുഡ്സ് ആർ വെരി ഇലാസ്റ്റിക്. ഇലക്ട്രോണിക് ഗുഡ്സിന് ഡിമാൻഡ് വളരെ ഇലാസ്റ്റിക് ആണ്. ഓൺ ദി അതർ ഹാൻഡ്, fewer the number of substitutes available, the lower will be the elasticity of demand. മറിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് കുറവാണെങ്കിലോ അതിന്റെ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡും കുറവായിരിക്കും. കാരണം the substitution effect is felt very weak or not felt at all. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഒരുപക്ഷെ കാര്യമായിട്ട് പ്രതിഫലിക്കണമെന്നില്ല, ചിലപ്പോൾ ചെറിയ തോതിൽ പ്രതിഫലിക്കാം. അപ്പോൾ സാൾട്ടിന്റെ ഡിമാൻഡ് അതിന്റെ വിലയിലുള്ള ഏറ്റക്കുറച്ചിൽ അതിനെ ബാധിക്കുകയില്ല. കാരണം സാൾട്ടിന്റെ എന്താ കാരണം എന്താണ്? അതിന് കാര്യമായ സബ്സ്റ്റിറ്റ്യൂട്ട് വേറെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, തേർഡ് പോയിന്റ്, പ്രപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ എ ഗുഡ്സ്. ഒരു കമ്മോഡിറ്റിയുടെ മുകളിൽ നമ്മൾ ചെലവഴിക്കുന്ന ഇൻകത്തിന്റെ അളവ്, എത്രമാത്രം ഇൻകം ആണ്, എത്ര ശതമാനമാണ് എന്നുള്ളതാണ്. ഹയർ ദ ബജറ്റ് പ്രപ്പോർഷൻ, മോർ സ്ട്രോങ്ങർ വിൽ ബി ദ ഇൻകം ഇഫക്റ്റ്. ഒരു വസ്തുവിന് മേൽ ചെലവഴിക്കുന്ന തുക വലുതാണെങ്കിൽ അതിന്റെ ഇൻകം ഇഫക്റ്റും വളരെ വലുതായിരിക്കും. ആസ് എ റിസൾട്ട്, ഡിമാൻഡ് ഫോർ സച്ച് ഗുഡ്സ് വിൽ ബി ഹൈലി റെസ്പോൺസീവ് ടു പ്രൈസ് ചേഞ്ചസ്. ഇൻകം ഇഫക്റ്റ് വളരെ കൂടുതലാണെങ്കിൽ അതിന്റെ വിലയോടുള്ള മാറ്റം വളരെ കൂടുതലായിരിക്കും, പ്രൈസ് ഇലാസ്റ്റിറ്റി വളരെ കൂടുതലായിരിക്കും. ഹെൻസ് ഡിമാൻഡ് വിൽ ബി ഇലാസ്റ്റിക്. ഡിമാൻഡ് എന്താകും? ഇലാസ്റ്റിക് ആയിരിക്കും. ഓൺ ദി അതർ ഹാൻഡ്, മറിച്ച് smaller the budget proportion, the more weak will be the income effect. ഇനി ഒരു വസ്തുവിന് മുകളിൽ ചെലവഴിക്കുന്ന തുക കുറവാണെങ്കിലോ അതിന്റെ ഇൻകം ഇഫക്റ്റ് വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വസ്തുവിന്റെ ഡിമാൻഡ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി വളരെ കുറവായിരിക്കും. ഡിമാൻഡ് ഫോർ സച്ച് ഗുഡ്സ് വിൽ ബി ലെസ് ഇലാസ്റ്റിക്. നെക്സ്റ്റ് വൺ, ലെവൽ ഓഫ് ദി പ്രൈസ് ഓഫ് എ ഗുഡ്. ഒരു വസ്തുവിന്റെ വിലയുടെ നിലവാരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഇഫ് ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഈസ് വെരി ഹൈ, then a small change in it would generate substantial income effect and would thus cause demand to be highly responsive to price changes. ഒരു വസ്തുവിന്റെ വില വളരെ ഉയർന്ന വിലയാണെന്ന് കരുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? അതിന്റെ ഇൻകം ഇഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വിലയുടെ മറ്റത്തിലുള്ള പ്രതികരണം വളരെ കൂടുതലായിരിക്കും. The opposite happens when the price is very low. The income effect will be very weak, hence demand would be very inelastic.
ഒന്ന് നേരെ തിരിച്ച് നോക്കാം. ഒരു സാധനത്തിന്റെ വില വളരെ താഴ്ന്ന വിലയാണെന്ന് കരുതുക, അതിന്റെ ഇൻകം എഫക്റ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡ് ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ടൈം പീരീഡ് ഫോർ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ടൈം പീരീഡ് ആണ്. ഡിമാൻഡ് ഈസ് മോർ റെസ്പോൺസീവ് ഇൻ ദി ലോങ് റൺ ദാൻ ഇൻ ദി ഷോർട്ട് റൺ. ഡിമാൻഡ് കൂടുതൽ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവുന്നത് ലോങ് റണ്ണിലാണ്, ഷോർട്ട് റണ്ണിലല്ല. ദിസ് ഈസ് ബിക്കോസ് ഇൻ ദി ലോങ് റൺ consumers can adjust their demand by switching over to cheaper substitutes. കാരണം ലോങ് റണ്ണിൽ കൺസ്യൂമറെ സംബന്ധിച്ച് അവന്റെ ഡിമാൻഡ് അവന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അവന് അതിന് ചീപ്പായിട്ടുള്ള വില കുറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് വാങ്ങിക്കൊണ്ട് അവന് വില മാറ്റത്തോട് പ്രതികരിക്കാൻ പറ്റും. ഷോർട്ട് റണ്ണിൽ പക്ഷേ അതിന് സാധ്യതയില്ല. മറ്റൊന്ന് ലെവൽ ഓഫ് ഇൻകം ആണ്. If purchase of a good happens at a high level of income, the demand for that good is generally less elastic. ഒരു സാധനം വാങ്ങുമ്പോൾ വരുമാനം വളരെ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് സാധനം വാങ്ങുന്നതെങ്കിൽ അതിന്റെ ഡിമാൻഡ് അത്ര ഇലാസ്റ്റിക് ആയിരിക്കില്ല. It means the higher the level of income at which purchase of a good takes place, the higher will be the inelasticity of demand for that goods and vice versa. ഒരു സാധനം വാങ്ങുന്ന സമയത്ത് ഒരു ഇൻകം ലെവൽ വളരെ കൂടുതലാണെങ്കിൽ അതിന് ഇലാസ്റ്റിറ്റി വളരെ കുറവായിരിക്കും. മറിച്ച് ഒരു സാധനം വാങ്ങുമ്പോൾ അവന്റെ ഇൻകത്തിന്റെ ലെവൽ വളരെ കുറവാണെങ്കിൽ ഇലാസ്റ്റിറ്റി അതിന് കൂടുതലായിരിക്കും. നെക്സ്റ്റ്, നമ്പർ ഓഫ് യൂസസ് ഓഫ് കമ്മോഡിറ്റി. ഒരു വസ്തു എന്തെല്ലാം ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ്. Certain goods are used for many purposes while others are not. ചില വസ്തുക്കൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, ചിലത് വളരെ കുറച്ച് ആവശ്യങ്ങൾ മാത്രം. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ഫോർ മെനി പർപ്പസസ് ഇൻ എ ഹൗസ്. അല്ലെ, കറണ്ട് എന്ന് പറയുന്നത്, വൈദ്യുതി എന്ന് പറയുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. If it is found cheaper, it would be used for more and more purposes. അല്ലെ, അതിന്റെ വില വളരെ കുറവാണെങ്കിൽ അത് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. On the other hand, തിരിച്ച്, if it happens to be dearer than before, the household will abstain from many of its uses. അതിന്റെ വില കൂടുകയാണെങ്കിലോ അത് വിവിധ ആവശ്യങ്ങൾ ഉപയോഗിച്ചു, ഇലക്ട്രിസിറ്റി റേറ്റ് കൂടി, അങ്ങനെയാണെങ്കിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന പല ആവശ്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. In short, the greater the number of uses of a good, the greater will be its elasticity of demand and vice versa. ഒരു വസ്തുവിന്റെ ഉപയോഗം വളരെയധികം ഉണ്ടെങ്കിൽ അതിന്റെ ഇലാസ്റ്റിറ്റി മാത്രം കണ്ട് കൂടുതലായിരിക്കും, നേരെ തിരിച്ചാണെങ്കിൽ ഇലാസ്റ്റിറ്റി കുറവായിരിക്കും. മറ്റൊന്ന് ഇൻഫർമേഷൻ ആണ്. If consumers are not aware of past and present prices due to poor information, the demand for many products will be less elastic. ഇപ്പൊ കൺസ്യൂമറെ സംബന്ധിച്ച് മുമ്പത്തെയും ഇപ്പോഴത്തെയുമായ വിലകളെ സംബന്ധിച്ചുള്ള അറിവ് അപൂർണമാണെങ്കിൽ, കൃത്യമായി ലഭിക്കുന്നില്ലെങ്കിൽ, ആ വസ്തുവിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. That is, the better informed the consumer, the greater will be the elasticity of demand and vice versa. ഇപ്പൊ കൺസ്യൂമേഴ്സിന് മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ ബോധമുണ്ട് എങ്കിൽ, എല്ലാ ഇൻഫർമേഷൻസ് കൃത്യമായ സമയത്ത് ലഭിക്കുന്നുണ്ടെങ്കിൽ, ആ ഉൽപ്പന്നങ്ങളുടെ ഇലാസ്റ്റിറ്റി കൂടുതലായിരിക്കും. മറിച്ച് അവൻ അതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ലെങ്കിൽ, അവനത് വറി ചെയ്യുന്നില്ല, അവൻ അറിയില്ല, അതുകൊണ്ട് അവൻ വാങ്ങാനുള്ളത് വാങ്ങിയിട്ട് പോകും, അത് ഡിമാൻഡിൽ പ്രതികരിക്കില്ല. നെക്സ്റ്റ്, നേച്ചർ ആൻഡ് ഫ്രീക്വൻസി ഓഫ് പ്രൈസ് ചേഞ്ചസ് ആണ്. വിലമാറ്റത്തിന്റെ തീവ്രതയും അതിന്റെ സ്വഭാവവുമാണ്. If the price change of a good is large and frequent, the demand for that good is generally elastic. ഒരു വസ്തുവിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം കൂടെ മാറ്റം, വിലയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. മറിച്ച് a frequent and small change in price may not be noticed by the consumer. എന്നാൽ തുടരെ വർദ്ധിക്കുന്നു, ചെറിയ വർധനവാണ്, അതാണെങ്കിൽ കൺസ്യൂമർ കാര്യമായിട്ട് അതിനെ പരിഗണിക്കുകയില്ല. കാരണം തുടരെ വർദ്ധിക്കുന്നു, പക്ഷെ വളരെ ചെറിയ തോതിലാണ്. And thus may not lead to significant change in demand. അപ്പോൾ കാര്യമായിട്ട് ഡിമാൻഡിൽ കാര്യമായിട്ട് മാറ്റം ഉണ്ടാകില്ല. In short, the greater the rate and frequency of price change, the greater will be the elasticity of demand and vice versa. അപ്പോൾ വിലയിലുണ്ടാകുന്ന മാറ്റം കൂടെയും വളരെ വലുതാണെങ്കിൽ ഇലാസ്റ്റിറ്റി കൂടുതലാണെങ്കിൽ, വളരെ ചെറിയ മാറ്റമാണെങ്കിൽ ഇലാസ്റ്റിറ്റി കുറവായിരിക്കും. അവസാനമായി ഹാബിറ്റ് ആണ്. If the use of a good is more habitual to the consumer, its demand will be generally inelastic. ഒരു വ്യക്തി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് ഇനിലാസ്റ്റിക് ആയിരിക്കും. ആൽക്കഹോളിക് പ്രൊഡക്ട്സ് ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ ടു ഇറ്റ്. അല്ലെ, മദ്യം നമുക്ക് നോക്കിയാൽ മതി. ഫോർ സച്ച് ഗുഡ്സ്, കൺസ്യൂമേഴ്സ് ഡ്യൂ ടു അഡിക്ഷൻ ആർ അൺഎബിൾ ടു റെസ്പോണ്ട് ദ പ്രൈസ് റൈസ്. വിലമാറ്റത്തിന് പ്രതികരിക്കില്ല.
എത്ര വില കൂട്ടിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഗവൺമെന്റുകൾ എന്ത് ചെയ്യുന്നു? മദ്യപാനികൾ പ്രതികരിക്കില്ല എന്ന് കരുതിക്കൊണ്ട് അവർ മദ്യത്തിന് വില അനുദിനം കൂട്ടിക്കൊണ്ടിരിക്കുകയും. അപ്പൊ ചില വസ്തുക്കൾ നമ്മുടെ ഹാബിറ്റ് ആണെങ്കിൽ, ജീവിതത്തിന്റെ ഭാഗമാണെങ്കിൽ, മാറ്റിവെക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ വില എത്ര കണ്ട് മാറിയാലും ഡിമാൻഡില് പ്രതികരണം ഉണ്ടാവുകയില്ല. അപ്പൊ ഇതൊക്കെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ.